നമ്മുടെ സൈൻ ബോർഡ് ക്ലീൻ ചെയ്യുന്ന പരിപാടി. നല്ല പങ്കാളിത്തമായിരുന്നു, പിള്ളേരുടെ പങ്കാളിത്തം, വളരെ സജീവമായ പങ്കാളിത്തം, വിശ്രമരഹിതമായ അധ്വാനമായിരുന്നു സിസ്റ്ററെ. കാരണം വെച്ചാൽ സൈൻ ബോർഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വലിയ രീതിയിൽ പായൽ ഒഴിച്ച് കിടക്കുന്നതായിരുന്നു. മനുഷ്യന് ആ റോട്ടിൽ കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ആക്സിഡൻറ്റ് വരെ സംഭവിക്കാവുന്ന രീതിയിൽ വഴിയറിയാതെ ദിക്കറിയാതെ തിരിയുന്ന ഒരവസരം ഉണ്ടാകുന്നത്. വളരെ ക്ലീനാക്കി അത് നല്ല ലോഷനൊക്കെ കഴുകി ഈ പറയുന്ന പോലെ കൂട്ടുപുഴയ്ക്ക് പോകുന്നവർക്കാണെങ്കിൽ മനോഹരമായിട്ട് പോകാൻ കഴിയുന്ന റീഡ് ചെയ്ത് പോകാവുന്ന രീതിയിൽ, കണ്ണൂർക്ക് പോകേണ്ടവർക്ക് അല്ലെങ്കിൽ തലശ്ശേരിക്ക് പോകേണ്ടവർക്ക് അത് ക്ലിയറായിട്ട് വായിക്കാവുന്ന രീതിയിൽ നല്ല എന്ന് പറഞ്ഞാൽ ഒരു 9:30 മുതൽ തുടങ്ങിയ അധ്വാനം 12:30 വരെ നോൺ സ്റ്റോപ്പായിട്ട് പിള്ളേർ വള്ളിത്തോട് അങ്ങ് ബാങ്കിൻ്റെ അപ്പുറം മുതൽ ഈ പറയുന്ന കേളംപീടിയ അല്ലേ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അധ്വാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയല്ലേ? ഇല്ലായിരുന്നു ആരും ഇല്ല, എല്ലാവരും നല്ല ഗ്രൂപ്പ് തിരിഞ്ഞ് അതിൻ്റെ ഇടയിൽ ആരായിരുന്നു ഒരാൾ വാർഡ് മെമ്പേഴ്സ് 2 പേര് വന്നിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നത്? മുജീബ് 2 വാർഡ് മെമ്പേഴ്സ് വന്നിരുന്നു. പിന്നെ മദർ അവിടെ മാറിയിരിക്കുകയാണ്. മദറിങ്ങോട്ട് എന്താ പറയുക, മദറായിരുന്നു വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്ന ആളാണ്. മദർ വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. മദറിന്റെ അഭിപ്രായത്തിൽ മദറിന്റെ ഒരു സ്റ്റുഡന്റിന്റെ ഫാദറാണ് നമുക്ക് ഒരു ഓഫറൊക്കെ തന്നത്. അത് ആരായിരുന്നു മദറെ? കുറ്റിക്കാട്ടുന്നേലെ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റിന്റെ ഫാദറായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം യുവത്വം വഴിതിട്ട് പോകുന്നത് കൊണ്ട് അവർ ഒന്നിപ്പിച്ചല്ലോ. അവന് നല്ലൊരു പ്രവർത്തനമായിരുന്നല്ലോ. പിന്നെ ശരിക്കും അത് ഒരു യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇന്നത്തെ ഒരു യുവതലമുറയ്ക്ക് വളരെ സ്വീകാര്യമാകേണ്ട ഒരു നന്മയായിട്ടാണ് ആ വണ്ടിക്ക് പോയവരൊക്കെ ആണെങ്കിലും ചോദിച്ചു അല്ലേ? കുറെ പേര് പക്ഷെ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു കേട്ടോ, കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അതല്ല, ഈ പൊതു പബ്ലിക്കായിട്ടുള്ള ജനങ്ങളൊന്നും ഇത് ചെയ്യല്ലോ. പഞ്ചായത്തൊന്നും അവരിങ്ങനെ ഒണ്ടേലും കാട് കയറി കിടക്കുള്ളൂ റോഡ്. അത് നന്നാക്കാൻ പറ്റും. ഇതൊക്കെ പഞ്ചായത്തിന് ചെയ്യാനുള്ള ഓഫറൊക്കെ ഉള്ളതാണ്. പക്ഷെ അതത്ര നല്ല രീതിയിൽ പോകുന്നില്ലേ ഉള്ളൂ. പക്ഷേ കുറച്ചും കൂടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവതരിപ്പിക്കാനായിട്ട് ഈ പറയുന്ന നമ്മുടെ ടേക്ക് ബ്രോ ക്ലീൻ സിറ്റി അത് സാധിച്ചു. അപ്പോൾ പിള്ളേരെ അഭിനന്ദിക്കുകയാണ്. വികാരിച്ചന എന്ന രീതിയിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ അങ്ങാടിക്കടവ് യൂണിറ്റിലെ യുവജന സുഹൃത്തുക്കളെ അകവഴിഞ്ഞ് ഇടവകയുടെ പേരിൽ അഭിനന്ദിക്കുകയും അവർക്ക് ദൈവാനുഗ്രഹം നേരുകയും ചെയ്യുക. അപ്പോൾ അത് ഭംഗിയാക്കിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹം നേരുന്നു.